അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇബ്രാഹിം നബിയുടെ ത്യാഗത്തിന്റെ സ്മരണ പുതുക്കി ആയിരക്കണക്കിന് വിശ്വാസികളാണ് പള്ളികളിലും പ്രത്യേകം സജ്ജമാക്കിയ ഈദ്ഗാഹുകളിലും പങ്കെടുത്തത്. തിരുവനന്തപുരം പാളയം പള്ളിയിൽ നടന്ന നമസ്കാരത്തിന് പാളയം ഇമാം യൂസഫ് നദ്വി നേതൃത്വം നൽകി. മണക്കാട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സബറുദ്ദീൻ വാഴക്കാടും പുത്തരിക്കണ്ടം മൈതാനത്തിൽ മുജാഹിദ് ബാലുശ്ശേരിയും സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് PKK അഹമ്മദ് മൗലവിയും നേതൃത്വം നൽകി. കൊച്ചിയിലെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ഈദ്ഗാഹുകളിലും നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. കലൂരിൽ നടന്ന ഈദ് നമസ്കാരത്തിന് വൈറ്റ്ല സലഫി മസ്ജിദ് ഇമാം ഷെരീഫ് മേലതിൽ നേതൃത്വം നൽകി. ചലച്ചിത്ര താരങ്ങളായ മമ്മൂട്ടി, നിയാസ്, ഷിജു, ഇബ്രാഹിംകുട്ടി, സംവിധായകനായ സലാം ബാപ്പു തുടങ്ങിയ നിരവധി പ്രമുഖർ കലൂരിലെ ഈദ്ഗാഹിൽ പങ്കെടുത്തു. കൊച്ചി മറൈൻ ഗ്രൗണ്ടിൽ നടന്ന ഈദ്ഗാഹിലും നിരവധി വിശ്വാസികളാണ് എത്തിയത്. വാഴക്കാട് മുണ്ടുമുഴി നഴ്സറി ഗ്രൗണ്ടിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ T ആരിഫലിയാണ് നേതൃത്വം നൽകിയത്. മദ്യം ഒഴിവാക്കണമെന്ന ആഹ്വാനം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും സാംസ്കാരിക നായകന്മാരും നിരന്തരമായി നൽകിക്കൊണ്ടിരിക്കുമ്പോൾ നാം വിശ്വസിക്കുന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശത്തിൽ ഇസ്ലാമിക സമൂഹത്തിന് പുറത്തുള്ള നേതാക്കളും സാധാരണക്കാരും അഭിമാനം കൊള്ളുമ്പോൾ ആ അഭിമാനത്തെ പ്രതിനിധീകരിക്കുവാൻ നമുക്ക് ബാധ്യതയുണ്ട്. പൊന്നാനിയിൽ സംയുക്ത ഈദ്ഗാഹിന് TK ജമാലും മഞ്ചേരി VP ഹാളിൽ നടന്ന നമസ്കാരത്തിന് TK അഷ്റഫും പാണക്കാട് മസ്ജിദിൽ ഹൈദരാലി ശിഹാബ് തങ്ങളും നേതൃത്വം വഹിച്ചു. കോഴിക്കോട് ബീച്ചിൽ നടന്ന ഈദ്ഗാഹിന് അബ്ദുൾ മജീദ് സ്വലാഹിയാണ് നേതൃത്വം നൽകിയത്.